എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ജീവിതത്തിൽ മടി പിടിച്ച് തോറ്റുപോകുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് മുന്നിൽ ചിലർ പാഠപുസ്തകങ്ങളാണ്. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ്. അനുരാഗ് മുണ്ടക്കൈ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് ജയിച്ചു കയറിയ മിടുക്കനാണ്. ജന്മന കാലുകൾക്ക് സ്വാധീനമില്ലാത്ത കുട്ടിയായിരുന്നു. എൻഡോസൾഫാൻ മേഖലയിലാണ് അനുരാഗ് പിറന്നു വീണത്. ഈ കുട്ടി ജീവിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോഴും തൻ്റെ പൊന്നോമനയെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് വരാത്ത അച്ഛനും അമ്മയും അവനെയും കൊണ്ട് പല വഴിക്കോടി. അവൻ ജയിക്കേണ്ടവനാണെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. ഒരു പോരായ്മ കൊടുക്കുമ്പോൾ ദൈവം അവന് മുന്നിൽ അനുഗ്രഹത്തിൻ്റെ പ്രതിഭയുടെ ഒരുപാട് വഴികളാണ് തുറന്നു വെച്ചത്. ഇന്നവൻ പല മനുഷ്യർക്ക് പ്രചോദനമാവുന്ന വലിയൊരു പ്രതിഭാശാലിയായി വളർന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ അനുരാഗിന് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേയില്ല. അവൻ്റെ കഴിവുകളെ മുഴുവൻ പുറത്തെടുത്ത് നമ്മെ വിസ്മയിപ്പിക്കുകയായിരുന്നു. അവൻ നന്നായിട്ട് എഴുതും. അവൻ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. അങ്ങനെ പല മേഖലകളിൽ അവൻ നിറഞ്ഞു നിൽക്കും. ഒരു കാലിന് സ്വാധീനമില്ലെങ്കിലും അവൻ ദിവസവും ജിമ്മിന് പോയിട്ട് ആരോഗ്യത്തെ സംരക്ഷിക്കും. അവൻ കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കും. അവൻ ഇന്ന് വലിയൊരു കമ്പനിയിലെ നല്ലൊരു തസ്തികയിൽ ജോലി ചെയ്യുകയാണ്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്നായിരുന്നു BA പൊളിറ്റിക്സിൽ ബിരുദം നേടിയത്. ഇപ്പോൾ ഡിസ്റ്റൻ്റായിട്ട് ബിരുദാനന്തര ബിരുദത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അവാർഡുകൾ അനുരാഗിനെ തേടിയെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മുളിയാർ പഞ്ചായത്തിൽ മുണ്ടക്കൈ എന്നുള്ള പുഴയോരത്ത് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ആ കൊച്ചു വീട്ടിൽ അവൻ ലോകത്തോളം കിനാവ് കാണുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരുപാട് പേര് മോട്ടിവേറ്റ് ആവുന്നു എന്ന് പറയുന്നതിൽ ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കോടീശ്വരൻ, ഫ്ലവേഴ്സ് 1 കോടി, അതേപോലെ ഒരു പരിപാടിയുടെ അണിയറയിലാണ് അതിൻ്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ഞാനെപ്പോഴും ലൈഫിൽ ചിന്തിക്കുന്നത് എത്രത്തോളം എൻ്റെ പാരൻസ് എന്നെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊരു പ്രതിഫലമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് എല്ലാ മക്കളെയും പോലെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മാത്രമല്ല എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നില്ല എന്ന് ലോകം ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വാശി തന്നെയാണ് എന്നെക്കൊണ്ട് എന്തൊക്കെ എൻ്റേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യണം എന്നുള്ള അതിയായ വാശി തന്നെയാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ചിലപ്പോൾ നമുക്ക് ദൈവം നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നു എന്ന് വരില്ല. പക്ഷെ ദൈവം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ദൈവം തന്നിട്ടുണ്ടാവും. എനിക്ക് ആവശ്യമുള്ളത് ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഞാൻ വെട്ടിപ്പിടിക്കുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് കാരണങ്ങൾ പറഞ്ഞ് പരാതികൾ പറഞ്ഞ് ജീവിതത്തോട് മല്ലിടുന്നവരോട് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇപ്പം വണ്ടിയുണ്ട്, കേരള ഗവൺമെൻറ് സഹായിച്ചിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ആ വണ്ടിയിലാണ് ഞാനിപ്പം മംഗലാപുരം പോയിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിപ്പം എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് വല്ലാതെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഓൺലൈൻ ട്യൂഷൻ കാര്യമായിട്ട് നടക്കുന്നുണ്ട്, പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്നെ ഒരു എന്താ പറയുക ഇത്തരം ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ ആ മേഖലയൊക്കെ ടച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബോബിക്കാനത്തെ ഭാരത് ഹോട്ടൽ ഒരു തലമുറയുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ആ ഹോട്ടൽ നടത്തുന്നത് അനുരാഗിൻ്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണനും അമ്മ സുമയുമാണ്.
അച്ഛനും അമ്മയും അനുരാഗിന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി കൂടെയിട്ട് ഇപ്പോൾ അവൻ നാടാകെ വളർന്നിരിക്കുന്നു. അവന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അവൻ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി മാറുന്നുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന മനുഷ്യർ അനുരാഗിൻ്റെ ജീവിതം കാണുക. ദൈവം എവിടെയെങ്കിലും ഒരു കുറവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള 1000 കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടാവുമെന്ന് അനുരാഗിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ്.